എറണാകുളം ചേന്നമംഗലത്ത് നിന്ന് അരുംകൊലയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അയൽവാസി വെട്ടിക്കൊന്നത്. ഉഷ, വേണു, വിനീഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ് ജിതിൻ ചികിത്സയിലാണ്. പോലീസിന്റെ പിടിയിലായ അക്രമി ഋതു റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഞങ്ങളിവിടെ കേസ് കൊടുത്തതായിരുന്നു കഴിഞ്ഞ മാസം. ഇവിടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതാണ്, വെട്ടി കൊല്ലുമെന്നും പറഞ്ഞ് ഞങ്ങൾ 2 വീട്ടിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് എല്ലാം കൊടുത്തു. പക്ഷെ ഇത് പെട്ടെന്നായുള്ള സംഭവം വരുന്നത്. ഇങ്ങനെ സംഭവിച്ചു ഞങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 വർഷം ഇവിടെ താമസിക്കണം. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഇവനെയും കൊണ്ട്. വീട്ടിലിൻ്റെ വാതിക്കൽ ഒന്ന് തെറി പറയലൊക്കെ ചെയ്യും. പിന്നെ അവിടെ വീട്ടിൽ കയറി ഇങ്ങനെ ഓരോ അനാശങ്ങളൊക്കെ ഞങ്ങളെ പറയുമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യം കാരണം ഇവിടെ ഞങ്ങൾ പിന്നെ ഗേറ്റൊക്കെ വന്ന് തല്ലി പൊളിച്ചവൻ വന്ന് കുടിച്ചതൊക്കെ വന്നു. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ആദ്യമേ ഇവിടെ പരാതിയൊക്കെ കൊടുത്തു. അന്ന് പെറ്റീഷൻ കൊടുത്തപ്പോൾ എഴുതി കൊടുത്തതാണ്. അവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞതാണ്. ഈ രണ്ട് വീട്ടിലുള്ളവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് പിന്നെ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞതാണ്. ഞങ്ങൾ പെറ്റീഷനിൽ അത് എഴുതി കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. എന്നിട്ടും വേറൊന്നും അറിയില്ല. കഞ്ചാവാണ്, അങ്ങനെയാണ്. പിന്നെ അവർ വീട്ടുകാർ നോക്കിക്കോളാന്ന് പറഞ്ഞ് കുറേ നാൾ പുറത്ത് വിടാണ്ട് നോക്കി. പിന്നെ എവിടെയോ ഹോസ്പിറ്റലൊക്കെ കൊണ്ടൊക്കെ എടുത്തിന്നാണ് അറിഞ്ഞത്. ഒരു മാസത്തേക്ക് ശല്യം ഉണ്ടായിരുന്നില്ല. 2 മാസം ഇപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ട്. ഇതുപോലെ പോലീസ് കേസൊക്കെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് വരെയും ഇങ്ങനെ തല്ലുകൊടുത്ത അയൽവാസികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണമുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള പയ്യനാണത്. 28 വയസ്സിന്റെ അടുത്തുണ്ട്. നേരത്തെ പരാതികളുണ്ട്. അയൽവാസികളടക്കം പരാതി ഇവനെക്കുറിച്ച് പറയുന്ന സ്ഥിതി ഉള്ളതാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ടാണ് പരാതി കൈമാറിയിട്ടുള്ളത്. അങ്ങനത്തെ വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന, നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. ആൻമരിയ ചേന്നമംഗലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ അശ്വിൻ പാലാഴി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ആദ്യം ആൻമരിയയിലേക്കാണ്. ആൻമരിയ, കേരളം ഒന്നാകെ ഞെട്ടി നിൽക്കുകയാണ്. ഒരു തർക്കം, അത് ഒരു വീട്ടിൽ കയറി 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഒരാളുടെ ആരോഗ്യനിലയാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അത് ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയൊരു തർക്കത്തിന് കാരണമായത് എന്താണ്? ഈ പ്രതിയുടെ പശ്ചാത്തലം എന്താണ്? പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒപ്പം ആ നാട്ടുകാരുടെ പ്രതികരണവും. ആൻമരിയ. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു അരുംകൊലയുടെ വിവരങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെന്നിരിക്കുന്നത്. വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കുടുംബത്തിലെ തന്നെ ഒരു 4 പേരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. അതിൽ 3 പേർ കൊലപ്പെടുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുന്ന ജിതിന്റെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. ഈ വേണു, വിനീഷ, ഉഷ എന്നിവരാണ് മരിക്കുന്നത്. ഈ ജിതിൻ ഈ വീട്ടിലെ മരുമകനാണ്. അച്ഛൻ, അമ്മ, മകൾ ഇവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ജിതിൻ ഈ വീട്ടിലെ മരുമകനാണ്. ഈ വീട്ടിൽ 2 ചെറിയ കുഞ്ഞു മക്കളും കൂടെയുണ്ട്. ഈ പ്രതി ഋതു എത്തുന്ന സമയത്തും ഈ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചെറിയ മക്കളുണ്ടായിരുന്നു. 9ഉം 5ഉം പ്രായമുള്ള, ഏകദേശം 9ഉം 5ഉം പ്രായമുള്ള 2 മക്കളും ഈ വീട്ടിലുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ വാക്കുതർക്കം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾ ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ടാണ് ഈ പ്രതിയിൽ നിന്നും ഈ കുട്ടികൾ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ആശ്വാസത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഈ പ്രതി ഋതു ഇവരെയും എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ചെറുപ്പം മുതൽ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം അതികഠിനമായിട്ടുള്ള ഒരാള്, ഈ റൌഡി ലിസ്റ്റിലുള്ള ആള്, ഇതുവരെ തന്നെ 3 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാള്, ഈ തരത്തിലുള്ള ഈ ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഈ ഋതു കുട്ടികളെ പോലും എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തും ചെയ്യും എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ രീതിയിലാണ് ഋതു പെരുമാറിയിരുന്നത്. കാരണം കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ഭീഷണിപ്പെടുത്തുക എന്ന രീതിയിലേക്ക് തന്നെയാണ് ഋതു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഒരു 6 മണിയോട് കൂടി ഈ ഋതു വീട്ടിലേക്ക് എത്തുന്നതും. ഋതുവിന്റെ കയ്യിൽ ഒരു കമ്പി വടിയുമുണ്ട്, ഒരു വാക്കത്തിയുമുണ്ട്. ഈ വാക്കത്തിയുമായിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്നു. ഒരു അയൽവാസിയായിട്ടുള്ള ഒരു പയ്യനാണ്. ചെറുപ്പം മുതൽ തന്നെ അറിയുന്ന ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങൾ ഈ വീട്ടിനുള്ളിലേക്ക് ഋതുവിനെ വിളിച്ചു കയറ്റുന്നു. ഈ വീടിന് ഉള്ളിലേക്ക് ഋതു കയറി ചെല്ലുന്നു. ചെറിയ തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുന്നു. അത് വലിയ തരത്തിലുള്ള വാക്കുതർക്കത്തിലേക്ക് മാറുന്നു. പിന്നെ ഈ വാക്കുതർക്കം ചെന്ന് നിൽക്കുന്നത് വലിയ തരത്തിലേക്കുള്ള ഒരു കൊലപാതകത്തിലേക്ക്, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച വലിയൊരു കൊലപാതകത്തിലേക്കാണ് ചെന്ന് എത്തിക്കുന്നത്. ഈ ലഹരിയുടെ ഉപയോഗം ചെറുപ്പം മുതൽ തന്നെയുള്ള ആളാണ് ഈ ഋതു. പലതവണ ഈ നാട്ടുകാരിത് ഋതുവിന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം മൂലം തന്നെ ഈ ശല്യം അതികഠിനമായ സാഹചര്യത്തിൽ ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന ഉൾപ്പെടെയുള്ള ഭീഷണിയിലേക്ക് ഋതു മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ പോലീസിൽ പരാതിയുമായിട്ട് എത്തുന്നത്. ഈ പരാതി നൽകിയതിന് ശേഷം ഇവർ വാർഡ് തലത്തിലേക്കും ഈ പരാതിയുമായിട്ട് കൊണ്ടുചെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഋതു ഈ തരത്തിലേക്കുള്ള വലിയ തരത്തിലേക്കുള്ള ഒരു കൊലപാതകം, 3 പേരെ കൊലപ്പെടുത്തുക, ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുക, ഈ രീതിയിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ, ഇവന്റെ ശല്യം കാരണം തന്നെ ഇവര് CCTV വെച്ചിട്ടുണ്ട്.
ആരാണ് രാത്രി ചെയ്യണതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരമില്ല. പക്ഷെ ഇവൻ സ്ഥിരം പ്രശ്നമാണ്, ഇവരായിട്ട് പോലീസ് കേസ് അടക്കം ഉള്ള വിഷയങ്ങളാണ് നിന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവർ മാത്രമായിട്ടല്ല, മറ്റുള്ളവരായിട്ട് സ്കൂൾ കാല അളവ് തുടങ്ങി പ്രശ്നങ്ങൾ ഉള്ള പയ്യനാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ SP അടക്കമുള്ള ആളുകൾ, പോലീസ് സംഘം ഇവിടെ ഈ വീട്ടിലെത്തി പരിശോധന തുടരുന്നുണ്ട്. ഈ അപകടം നടക്കുന്നത് ആൻമരിയ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചേന്നമംഗലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആ നാടൊന്നാകെ വലിയ ഞെട്ടലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രതിയായിട്ടുള്ള ഋതു 3 കേസുകളിൽ പ്രതിയാണ്. 2022 മുതൽ റൗഡി ലിസ്റ്റിലുള്ള ആളാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. പ്രദേശവാസികൾ ആ പ്രതിയുടെ പശ്ചാത്തലം വിശദീകരിക്കുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ ലഹരിക്ക് അടിമയായിട്ടുള്ള വ്യക്തി എന്നുള്ളതാണ്. അയൽവാസിയുമായിട്ടുള്ള തർക്കം അതാണ് ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. 3 പേർക്കാണ്, ഒരു വീട്ടിലെ 3 പേരെയാണ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വലിയ നടുക്കം കേരളത്തിനൊന്നാകെ ഉണ്ടാകുന്നു.